കേന്ദ്രത്തിനെതിരെ ചങ്കൂറ്റത്തോടെ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടോ? നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണ്? എല്ലാ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ. 100 രൂപ ഈ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചു കൊണ്ടുപോകുമ്പോൾ, നികുതി ഇനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരു 50 രൂപയെങ്കിലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനുള്ള സാമാന്യമായ മര്യാദ കാണിക്കണം എന്നത് മാത്രമാണ്. ഇപ്പൊ നമുക്ക് കിട്ടുന്നത് 25 അതിൽ താഴെയോ മാത്രമാണ്. എന്താണ് കേന്ദ്രത്തിന്റെ ചെലവ്? അവിടെ പട്ടാളത്തെ നോക്കേണ്ടതുണ്ട്, ഡിഫൻസിന് ധാരാളമായ ചെലവ് വേണം. ആയിക്കോട്ടെ, ആ ചെലവെടുക്കുന്നതിൽ ഒരു പ്രയാസവുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി എലിസബത്ത് രാജ്ഞി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ സന്ദർശിച്ച ഒരു ഭരണാധികാരിയാണ്. കുറെ രാജ്യങ്ങൾ സന്ദർശിക്കട്ടെ, നല്ല കുപ്പായിടട്ടെ, പറക്കട്ടെ, അതിനും കുറെ പണം എടുത്തോളൂ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് ആരാണ് നിർവഹിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് നിർവഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. ആ സംസ്ഥാനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. അങ്ങനെ പല മേഖലകളിലും കാര്യങ്ങൾ നിറവേറ്റാൻ ഒരു സംസ്ഥാനത്തിന് ബാധ്യത ഉണ്ടായിരിക്കവേ ആ ബാധ്യത നിറവേറ്റാൻ ആവശ്യമായ പണം ഇങ്ങോട്ടേക്ക് തരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിന്റെ കാര്യത്തിൽ ക്രൂരമായി അവഗണിക്കപ്പെടുന്നു. അതേസമയം പല ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും 50%, 60% ഒക്കെ നികുതി വരുമാനത്തിന്റെ തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് മലയാളികളോട് ഈ വിവേചനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു കേന്ദ്ര ബജറ്റ് വന്നല്ലോ. ആ ബജറ്റ് വരുന്നതിന് മുൻപ് നമ്മുടെ ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു. അത് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നേതാവ് കേന്ദ്രത്തിലെ ഒരു BJP നേതാവിനെ കാണുന്നത് പോലെയല്ല. ഒരു സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയും കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയും തമ്മിലുള്ള ബജറ്റിന് മുൻപായുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് നമ്മൾ സമഗ്രമായ ചില കാര്യങ്ങൾ തയ്യാറാക്കി. നമ്മൾ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മൾ പറഞ്ഞു, കേരളത്തിന് ഇന്ന ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇന്ന സഹായങ്ങൾ തരണം എന്ന് പറഞ്ഞു. സമാനമായ രീതിയിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചർച്ച നടത്തി. അവസാനം എന്താണ് നമ്മുടെ അനുഭവം? ബജറ്റ് ഫെബ്രുവരി മാസം 1-ാം തീയതി ഞായറാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബജറ്റ് അവതരിപ്പിച്ച് അവസാനം എന്താണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആമയും മുട്ട മാത്രമായി അത് പരിണമിക്കുന്ന സ്ഥിതിയുണ്ടായി. നമ്മൾ ആവശ്യങ്ങൾ പറയാത്തത് കൊണ്ടാണോ? ഫലപ്രദമായി പറയാത്തത് കൊണ്ടാണോ? ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുത്ത ഈ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഭൂരിപക്ഷം MP-മാരും ആ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനം വളരെ ശക്തമായി ആ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെ, മന്ത്രിമാർ ഉൾപ്പെടെ അവിടെ പോയി സമരം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു എയിംസ് എന്ന് പറയുന്നത്. എയിംസിന് ഈ സംസ്ഥാനത്തിന് അർഹതയില്ലേ എന്ന ചോദ്യത്തിന് അർഹതയില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആരോഗ്യരംഗത്ത് കേരളം വിസ്മയകരമായ മാതൃക സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് ലോകം കോവിഡിന്റെ മുമ്പിൽ പകച്ചു നിന്നപ്പോൾ ഈ കേരളം അതിനെ അതിജീവിച്ചത് എന്നതിന്റെ സമീപകാലത്തെ ഏറ്റവും ആവേശകരമായ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ കരുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ കരുത്ത് അവന്റെ സ്വാഭാവികമായും അവൻ അർഹിക്കുന്ന ഒന്നാണ് ഒരു എയിംസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് നിഷേധിക്കുന്നു? എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? ആ കാരണം ഇതുവരെ അവർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഇത് ഇടതുപക്ഷത്തിന്റെ നാടാണ്. ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനോട്, ഇവിടുത്തെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തോട് അവർക്ക് ആശയപരമായി വിയോജിപ്പുണ്ട് എന്നത് മാത്രമാണ്.